പ്രേമി സതീഷ് കുമാർ കൂടി ചേരുകയാണ്. ശ്രീ സതീഷ് കുമാർ, ഹൈക്കോടതി പുറത്തിറക്കിയിട്ടുള്ള ഈ മാർഗരേഖ, അതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ നിർദ്ദേശങ്ങളെ? ഇത് കേരളത്തിന്റെ ഉത്സവങ്ങളും സംസ്കാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. ആറാട്ടുപുഴ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷം? 1478 വർഷം, എത്രയോ, ഞാൻ കൃത്യമായി കണക്കല്ല ഈ പറയുന്നു. അങ്ങനെ എത്രയോ വർഷങ്ങൾ മുന്നേ തുടങ്ങി വന്ന ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു സുപ്രഭാതത്തിൽ ഒരു വിധിയിലൂടെ ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഇപ്പോൾ ഈ വിധിയിലൂടെ ആനകളെ എഴുന്നള്ളിക്കണ്ട എന്നുള്ള നിലപാടിലേക്കൊന്നും കോടതി എത്തുന്നില്ലല്ലോ. എഴുന്നള്ളിക്കാം, പക്ഷെ അതിന് ആനയുടെ സുരക്ഷ കൂടി ഉറപ്പാക്കണം എന്നല്ല ഉള്ളൂ. അത് ആചാരത്തിനും ഉത്സവത്തിനും ഒന്നും തടസ്സമാകുന്നില്ലല്ലോ ഈ നിർദ്ദേശങ്ങൾ. ആനയുടെ സുരക്ഷ നിർബന്ധമായിട്ടും നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആനയുടെ സുരക്ഷ നടപ്പിലാവണം, ആനകളെ കൃത്യമായി സംരക്ഷിക്കണം, ആനകളുടെ പീഡനങ്ങൾ ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ 100% നമ്മൾ യോജിക്കുന്നു. പക്ഷേ ഇപ്പൊ ഇരിക്കുന്ന അമ്പലങ്ങളുടെ മതിൽ പൊളിക്കുന്നതിനോ വീതി കൂട്ടുന്നതിനോ സ്ഥലപരിമിതികൾ ഉള്ള സ്ഥലങ്ങളിൽ സ്ഥല വർധനവുണ്ടാക്കുന്നതിനോ ഒന്നും സാധിക്കില്ലല്ലോ. അതിനുള്ള പരിഹാരം എന്താണ്? അതല്ലാതെ പണ്ട് ഗജമേളകൾ നടന്നിരുന്നു. നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തില് 101 ആനകളെ വെച്ച് എഴുന്നള്ളിക്കുകയും 101 മേളക്കാരെ വെച്ച് എഴുന്നള്ളിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, 2000 വരെ. ആ 2000-ലാണ് ചന്ദ്രശേഖരൻ നായർ സാറ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഇത് ആർട്ടിഫിഷ്യലായി ചെയ്യുന്ന സംഗതിയാണ് നിർത്തലാക്കിക്കൊണ്ട് തനത് ഉത്സവങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങൾ ഉണ്ടല്ലോ, അവരെ ധനസഹായം കൊടുത്തുകൊണ്ട് അങ്ങനത്തെ ഉത്സവങ്ങളെ സഹായിക്കുമ്പോൾ ഒരു നാടിനും ഗുണമാണ്. വരുന്ന ടൂറിസ്റ്റുകൾക്ക് നാച്ചുറലായിട്ട് പൂരം കാണുകയും ചെയ്യാം എന്നുവരെ ഒരു സംഗതി ഉള്ളതാണ്. ഇപ്പോ ഇനി അത് പഴയപടിയിലേക്ക് പോവുകയല്ലേ ചെയ്യുക. മുനിസിപ്പൽ സ്റ്റേഡിയങ്ങളിലോ അല്ലെങ്കിൽ വേറെ പറമ്പുകളിലോ ഗ്രൗണ്ടുകളിലോ ഒക്കെ മാത്രമല്ല ഈ നിയമം പാലിക്കാൻ പറ്റുള്ളൂ. അമ്പലങ്ങളിൽ ഈ നിയമം പാലിക്കാൻ പറ്റൂ. അപ്പോൾ ഈ എഴുന്നള്ളിപ്പ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ആനകൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൂടി ഒരുക്കി നൽകണം. അതിന് പൂരപ്രേമികളായിട്ടുള്ള നിങ്ങളും ഭാരവാഹികളും ഒക്കെ ബാധ്യസ്ഥരാണല്ലോ. ശ്രീ സതീഷ് കുമാർ, ദയവായി തുടരുക. നമുക്ക്